ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു യൂട്യൂബിൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഞാൻ വീഡിയോ ഇടാൻ ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് മലപ്പുറം ജില്ലയിലെ ചേലാരി എന്ന് പറയുന്ന സ്ഥലത്താണ് മീറ്റപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്തെല്ലാമാണ് മീറ്റപ്പിൽ ഉണ്ടായതെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ നമ്മൾ രാവിലെ 6:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ 7:05 ട്രെയിന്. അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടിയിൽ പോയിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് ട്രെയിനാണ് പോയത്. അപ്പം നമ്മൾ അവിടെ 9:30 മണിക്കാണ് എത്തിയത്. കോഴിക്കോട് പരപ്പനങ്ങാടിയാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ അവിടെ എത്തി നമ്മൾ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറുന്നതും ട്രെയിനിൽ ഇറങ്ങുന്നതൊന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, തിരക്കെല്ലായതുകൊണ്ട്. അപ്പം നമ്മൾ കോഴിക്കോട് പരപ്പനങ്ങാടി ഇറങ്ങിയിട്ട് അവിടുന്ന് ഇനി ബസ്സിന് പോകാനുണ്ട്. ഒരു 15 രൂപേൻ്റെ ഓട്ടോ ഉണ്ട്. അപ്പോൾ ഏതായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാമെന്നുള്ളതിൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ 10 മണിയാകുമ്പോഴേക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ്. 10 മണി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ എത്തിയത് 11 മണിയായിട്ടുണ്ടായിന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ നമ്മൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഓഡിറ്റോറിയം, സെഞ്ച്വറി ഓഡിറ്റോറിയം എന്നാണ്, ചേലാരിയിലാണ് ഇത്. അങ്ങനെ അവിടെ എത്തി നമ്മൾ പുറത്തുനിന്ന് ആദ്യം വീഡിയോ എല്ലാം ഒന്ന് എടുത്ത് പിന്നെ നമ്മൾ അവിടെ നമ്മളെ പേരും ചാനലിൻ്റെ നെയിമും എല്ലാം പറഞ്ഞു കൊടുത്താൽ നമുക്ക് പിന്നെ ഒരു ബേഡ്ജ് തരും, പിന്നെ ഫുഡിൻ്റെ ഒരു കാർഡും തരും. അതുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇതാ പുറത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിന് കുറേ ആൾക്കാർ. നമ്മളെ പേരും ചാനലിൻ്റെ നെയിം എല്ലാം പറഞ്ഞിട്ട് നമുക്ക് അതെല്ലാം തന്ന് കാർഡ് ബേഡ്ജ് എല്ലാം തന്ന്. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവിടെ പുറത്ത് തന്നെ വെൽക്കം ഡ്രിങ്ക് എല്ലാം ഉണ്ട്. അതെല്ലാം കുടിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അപ്പോൾ 2-3 കളറുള്ള പിന്നെ വെൽക്കം ഡ്രിങ്ക് തന്നെ ഉണ്ടായിന്. ഇതാ നമുക്ക് വേണ്ടുന്നത് കുടിക്കാം. അങ്ങനെ നമ്മളിതാ അകത്തേക്ക് കയറിയത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളെത്താൻ താമസിച്ചില്ല, 10 മണിക്കേ തുടങ്ങിയിട്ടുണ്ട് പരിപാടിയെല്ലാം. അപ്പോൾ ഇത് ഈസി കുക്ക് ഇവരെല്ലാം സ്പോൺസർ ചെയ്തത്. ഈസി കുക്ക് എന്നുള്ള ഇതാണ് ഇത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ആളും വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും കുറേ ഓരോരോ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോരാളെ എത്തിക്കൊണ്ട് നിൽക്കുന്നു. പക്ഷെ അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് മന്ത്രിയെല്ലാം വന്നിട്ടുണ്ടായിന്. അപ്പം മന്ത്രിയും നമ്മളെ പിന്നെ അബ്ദുറഹ്മാൻ പോർട്സിൻ്റെ മന്ത്രിയാണ്. പിന്നെ അങ്ങനെ മന്ത്രിയാണ് പിന്നെ മൊമെൻ്റോ എല്ലാം കൊടുക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടിന്. പിന്നെ സ്പോൺസറില്ലേ ഞാൻ പറ്റില്ല, ഈസി കുക്കിൻ്റെ ഈ സെഞ്ച്വറി ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ യൂട്യൂബിലിട്ടിന്. അപ്പോൾ അതിൽ നിന്ന് വിന്നറെ സെലക്ട് ചെയ്തിട്ട് പിന്നെ 8 വിന്നറുണ്ട്. അവർക്ക് കൊടുക്കുന്ന പിന്നെ മൊമെൻ്റോ എല്ലാം മന്ത്രി തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ അതിൽ എനക്കും കിട്ടിയിട്ടുണ്ട് അതിന് ഒരു മൊമെൻ്റോ മന്ത്രിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ മന്ത്രിൻ്റെ കയ്യിൽ നിന്ന് മൊമെൻ്റോ വാങ്ങുന്ന ഫോട്ടോ ആണിത്. അപ്പം ഞാൻ പ്രതീക്ഷിക്കാണ്ടാണ് നമുക്ക് കിട്ടിയത്. ഞാൻ അവിടെ എത്തിയിട്ട് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ എൻ്റെ ചാനലിൻ്റെ പേര് വിളിക്കുന്നുണ്ടായിന്, സിയ വേൾഡ് എന്ന്. അപ്പോൾ നമ്മളറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ എത്തും മുന്നേ തന്നെ പിന്നെ നറുക്കെടുപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. 8 പേർക്കാണ് പിന്നെ കിട്ടിയത്. ഫസ്റ്റും സെക്കൻഡ് വേറെ ഉണ്ട്. പിന്നെ കൂടുതൽ വ്യൂസ് ഉള്ളവർക്ക് വേറെ പിന്നെ മൊമെൻ്റോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ആൾക്ക് നറുക്കെടുപ്പിലൂട്ട് 8 ആൾക്ക് കിട്ടിയതാണ് ഒന്ന് എനക്കും കിട്ടിയത്. അപ്പം അത് വലിയൊരു കാര്യമല്ല അങ്ങനെ കിട്ടൽ. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഓരോരാളായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് വന്ന റംലത്തന്നെ ഇത്. അപ്പോൾ എല്ലാവരോടും കൈ കൊടുത്തിട്ട് ഇങ്ങനെ പരിചയപ്പെടുന്നു. നമ്മൾ വാട്സപ്പിലൂട്ട് പിന്നെ ചാറ്റ് പരിചയപ്പെട്ടതാണ്. എന്നാലും നേരിട്ട് കാണുന്നില്ലല്ലോ. കുറേ ആൾ ആദ്യത്തെ മീറ്റപ്പിനെല്ലാം കണ്ടിന്, കാണാത്ത ആളെല്ലാം ഇടുന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുന്നു. പിന്നെ ഇത് നമ്മൾ സാജിദ സജി, ഇവരെ വീഡിയോ അധികം ആൾ കാണുന്നുണ്ടാവും, ഞാനും കാണലുണ്ട്. അപ്പോൾ അവരെല്ലാം നേരിട്ടിട്ട് കണ്ട് അങ്ങനെ കുറേ പരിചയമുള്ള യൂട്യൂബർ ഉണ്ടായിട്ടുണ്ടായിന് നമ്മൾ കാണുന്നത് തന്നെ.
അങ്ങനെ പ്രോഗ്രാമെല്ലാം ഉള്ളൊന്ന് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്നിട്ടൊന്ന് പുറത്തെല്ലാം ഇതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഒന്ന് പുറത്തെല്ലാം ഒന്ന് ഇറങ്ങി നോക്കി. അപ്പം ബേക്കിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി പൂളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ പൂളിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേജെല്ലാം ഉണ്ട് കണ്ട. അപ്പോൾ നല്ല അടിപൊളി ഓഡിറ്റോറിയം. അതുമാത്രമല്ല നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഓഡിറ്റോറിയം. കല്യാണം മറ്റുള്ള എന്തെങ്കിലും ഫങ്ഷനെല്ലാം നടത്താൻ പറ്റിയ നല്ലൊരു ഓഡിറ്റോറിയം തന്നെ. പിന്നെ അതുമാത്രമല്ല പിന്നെ കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് കണ്ട. ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം അതും ഉണ്ട്. നല്ല നല്ല സ്പേസ് ഉണ്ട്. നല്ല ഓഡിറ്റോറിയം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടുത്തുള്ള ആൾക്കെല്ലാം നല്ല ഒരു ഉപകാരപ്പെടും ഈ ഓഡിറ്റോറിയം. പത്ത് 700 പേര് പങ്കെടുത്ത പരിപാടിയായിരുന്നു മീറ്റപ്പായിരുന്നു ഇത്. യൂട്യൂബർമാരും അവരെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി പിന്നെ ഫുഡും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് പരിചയമുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മൾ വീഡിയോയിലെല്ലാം കാണുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ നല്ല അടിപൊളി ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ, സാലഡ്, പിന്നെ അതുപോലെ അച്ചാർ എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഇതാ നമ്മളെ ഷാ വോയ്സ് എന്നുള്ള ഒരു ചാനലിൻ്റെ ഉടമയാണ് ഈ പച്ച ടീഷർട്ട് ഇട്ടത്. അടിപൊളി ഡാൻസാണ് നടന്ന് കളിച്ചത്. നല്ല ഇൻസ്റ്റാഗ്രാമിലെല്ലാം നല്ല ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ്. നല്ല അടിപൊളി പാട്ട് വന്നേരം അടിപൊളിയായിട്ട് ഡാൻസ് എല്ലാം കളിച്ചത്. പക്ഷെ മ്യൂസിക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് അടുത്തത്. നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു യൂട്യൂബറാണ് കിടിലം മുത്തശ്ശി. കിടിലം മുത്തശ്ശിനെ കുറേ ആൾക്ക് അറിയുണ്ടാവും. ഇവർക്കും ഒരു ചാനലുണ്ട്. 5 ലക്ഷത്തോളം സബ്സ്ക്രൈബുള്ള ഒരു ചാനലാണ്. പിന്നെ ഇത് നിബ്രാസ്. ഇതും പിന്നെ വലിയ യൂട്യൂബറാണ്. 16 ലക്ഷം സബ്സ്ക്രൈബ് ഉള്ളതാണ്. അപ്പോൾ ആ മുത്തശ്ശി മോനിക്ക് ഒരു മൊമെൻ്റ് കൊടുക്കുന്നതാണ്.
മക്കളെ സപ്പോർട്ടും കൊണ്ടാണ് അത്രയും 5 ലക്ഷത്തിൻ്റെ അടുത്താവാറായി സബ്സ്ക്രൈബേഴ്സ്. എല്ലാ മക്കളും കൊണ്ടാണ് ഞാൻ അത്രയും വരെ എത്തിയത്. ഇനി ഈ സപ്പോർട്ടൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കാര്യമായിട്ട് ഞാൻ പറയാൻ ഞാൻ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. മുത്തശ്ശിക്ക് പ്രായമായിട്ടൊന്നുമില്ല. പറഞ്ഞപ്പോൾ ഇതിന് തെറ്റുപറ്റുന്ന അവസാനം നന്നായി പറഞ്ഞു. അപ്പം എനിക്കധികം കുട്ടികളെ പ്രായമായവരെ അതാണ് അധികം വരുന്നത്. ചെറുപ്പക്കാരില്ലാന്നല്ല കേട്ടോ. എന്തുകൊണ്ട് ഞാൻ കുട്ടികളെ ഞാൻ എവിടെ പോയില്ലെങ്കിൽ പെരുന്നാളിന് കേൾക്കുമ്പോൾ ആ മുത്തശ്ശിയിലെ ഞങ്ങൾ ഫോട്ടോ അങ്ങനെ എത്ര ആൾക്കാരാവുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രക്കാരി കഴിയും. പിന്നെ ഞാനിതേപോലെ ഗ്രൂപ്പിലൊരു ആളെന്നെയാണ് വിളിച്ചിട്ട് ഇതേമാതിരി സംഗതി കാണുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാനും കൂടി ചേർന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര പാട്ടും ഗാനമേളയും ഡാൻസും എല്ലാമാണ്. പിന്നെ അതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുന്നുണ്ട്, മ്യൂസിക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അതെല്ലാം ഒഴിവാക്കിയതാണ്. അപ്പോൾ എല്ലാം കൊണ്ട് പിന്നെ മീറ്റപ്പ് നല്ല കളർഫുള്ളായിരുന്നു. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത്. പിന്നെ ഞാൻ ഇതുപോലത്തെ മീറ്റപ്പിൽ 2-3 പ്രാവശ്യത്താണ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ മീറ്റപ്പും നല്ല അടിപൊളി മീറ്റപ്പായിരുന്നു. പിന്നെ ഇത് പക്ഷേങ്കിൽ എല്ലാത്തിനെക്കാട്ടി ഈ മീറ്റപ്പിലാണ് കൂടുതൽ യൂട്യൂബേഴ്സിനും വലിയ യൂട്യൂബേഴ്സിനെല്ലാം കാണാൻ പറ്റിയത്, കൂടുതൽ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനെല്ലാം പറ്റിയത് ഈ മീറ്റപ്പിലാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മീറ്റപ്പെല്ലാം ഇന്നും ഇവർ വെക്കും ഗ്രൂപ്പിൽ. നല്ല അഡ്മിന്മാരിലാണ് ഗ്രൂപ്പിൽ. അതിപ്പോഴും പറഞ്ഞിട്ടുണ്ടായിന് ഇന്നും ഇതുപോലുള്ള മീറ്റപ്പെല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ അത്രയും നല്ല പ്രോഗ്രാമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് ഇനി വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.